ഗൈസ് ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ 30 LPA വാങ്ങാം, മാസം 1 ലക്ഷം സിമ്പിൾ ആയിട്ട് വാങ്ങാം. പക്ഷെ മേ ബി നിങ്ങൾക്ക് അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ ഈ പറയുന്നത് ട്രൂത്ത് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനും നമുക്ക് ഡാറ്റ ആണല്ലോ ഇമ്പോർട്ടൻ്റ്, ഞാൻ ഡാറ്റ വെച്ചാണ് നിങ്ങൾക്ക് അതിന്റെ വാലിഡിറ്റി കാണിച്ചു തരാണ്. ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം, എന്താ പറയാ, ജോബും സാലറിയും വലിയൊരു മാറ്റർ ഒന്നല്ല, ഇന്ത്യയിൽ തന്നെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ സ്കിൽ ഇല്ലാത്തത് മാത്രം നമ്മളെ പ്രോബ്ലം, ഡിഗ്രി ഏതാണെന്ന് മാറ്റർ അല്ല. അപ്പൊ ഞാൻ ആ ഡാറ്റ റിവീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം മാത്രമേ എടുത്തു. ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്, അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഗൂഗിൾ ആവുമ്പോൾ നമുക്ക് ഫോണിലും ചെക്ക് ചെയ്യാം, ലാപ്പിലും ചെക്ക് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഫ്രഷർ വാക്കൻസി ആണ് ആദ്യം നോക്കുന്നത്. ഞാൻ ജാങ്കോ ചൂസ് ചെയ്യുന്ന വെച്ചാൽ പൈത്തണും വെബ് ഡെവലപ്മെന്റ് ജാങ്കോ ഉപയോഗിക്കാം. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന് ഗ്രാമർ ഒന്നും വേണ്ട, ചുമ്മാ അങ്ങനെ കൊടുത്താൽ മതി. പൈത്തൺ ജാങ്കോ ഡെവലപ്പർ ഫ്രഷർ ജോബ് ബാംഗ്ലൂർ. അപ്പൊ നമുക്ക് കുറെ വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഫ്രഷർ വേക്കൻസി ആണ് പറഞ്ഞത്. 3.5 to 4.5, ഏകദേശം ഒരു 40,000 അടുത്ത്, 40,000 അടുത്ത് സാലറി വരുന്നുണ്ട്. പിന്നെ അതൊരു പൈത്തൺ ജാങ്കോ ഡെവലപ്പർ എന്ന് പറഞ്ഞാണ്ട് 15 to 20, ഏകദേശം നമുക്കൊരു 1.5 ലക്ഷത്തിന്റെ അടുത്ത് സാലറി. ഇത് 3 വർഷം എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷം, 2ന്റെ അടുത്ത് സാലറി കിട്ടും. ഇവിടെ ഉണ്ടെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ പക്ഷെ 40,000 ഫ്രഷർ ആയിക്കാണ്ട് 50,000 60,000 ജോബ് കിട്ടുന്ന കമ്പനികളുണ്ട്. ഡിപ്പെൻസ് ഓരോ കമ്പനികളാണ്. പിന്നെ നമുക്ക് അടിയിലോട്ട് പോയി നോക്കാം. 3 to 8 LPA. 8 LPA ഏകദേശം ഒരു 60,000, കറക്റ്റ് അറിയില്ലെങ്കിൽ ഗസ് ചെയ്യണം, 60,000 70,000 അടുത്ത് വരും. പിന്നെ ഇതെന്ത്, ഒരു പൈത്തണും ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിലാണെങ്കിൽ എക്സ്പീരിയൻസ് കറക്റ്റ് ആയിട്ട് ഇവർ പറയുന്നില്ല. നോക്കാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇതിൽ എക്സ്പീരിയൻസ് പറയുന്നില്ല, പക്ഷെ ഏകദേശം ഒരു 1 ലക്ഷത്തിന് മേലെ സാലറി പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു 1 ഇയർ 2 ഇയർ ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് വാങ്ങിയെടുക്കാൻ കഴിയും. വേറെ ഒരു ജാങ്കോ ഡെവലപ്പർ 10 to 14 LPA പറയുന്നുണ്ട്. ആക്ച്വലി എക്സ്പീരിയൻസ് ഒരു 2 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ചോദിച്ചാൽ തന്നെ നമുക്കൊരു 1 ഇയർ ആകുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. നമുക്ക് ആ സ്കില്ലാണ് അവർ നോക്കുക. സ്കിൽ ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തും. ഒരു ഇന്റേൺഷിപ്പ് പറഞ്ഞത് ഏകദേശം 4 to 5, ഏകദേശം ഒരു 40,000-50,000 അടിയിലായിട്ട് സാലറി വരും. പിന്നെ അതേമാതിരി 6 to 9 LPA, അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഡാറ്റ കാണിച്ചു തരാണ് വിചാരിച്ചു. 4 to 5 LPA ആകുമ്പോൾ നമുക്ക് മന്ത്ലി ഏകദേശം ഒരു 40,000 50,000 അടുത്ത് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഏൺ ചെയ്യാൻ കഴിയും. ഒരു 1 2 ഇയർ 3 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു 13 15 LPA 60 LPA 16 LPA അങ്ങോട്ടൊക്കെ എത്തും. ഇപ്പൊ തന്നെ 5 lakh to 26 LPA. പക്ഷെ 26 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 2 lakhs മുകളിൽ കടന്നു. അപ്പൊ ഇതിന് എക്സ്പീരിയൻസ് മിഡ് ലെവൽ പൈത്തൺ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2-3 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൺസിഡർ ചെയ്യാൻ കഴിയും. ഇവരിവിടെ പറയുന്നില്ല, പക്ഷെ മിഡ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്കിൽ ഉണ്ട്. ഇപ്പൊ ഇവരെ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾ പറയും, പൈത്തൺ, ജാങ്കോ, ഫ്ലാസ്ക്, അതേമാതിരി എന്താ പറയാ, മെയിൻ സ്കിൽസ് ആയിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയും. പ്രത്യേക സ്കിൽസ് ഇതിൽ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതായാലും വെർബൽ, റിട്ടൺ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഡ് ചെയ്താണ്ട് കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സാണ് വേണ്ടത്, ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ കോഡ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള കോഡുകളൊക്കെ വായിച്ചിട്ട് ബെറ്റർ ആക്കുക, അതിൽ ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പൊ ബെസ്റ്റ് പ്രാക്ടീസ് എന്താ ചെയ്യുക, അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലുള്ളതാണ്. അത് നമുക്ക് ആ ടോപ്പിക്കുകളിൽ സംസാരിക്കും, ഇപ്പൊ സംസാരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നല്ല പാക്കേജുള്ള കുറച്ച് ജോബ്സുകൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടെത്തിയുണ്ട്, അത് കാണിച്ചു തരാം. ഒരു സീനിയർ ഫുൾ സ്റ്റാക്ക് പൈത്തൺ ഡെവലപ്പറിന് 20 LPA സാലറി. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ഫ്രഷർ ആയി കയറി നമ്മൾ അവിടെ വെറുതെ ഇരിക്കില്ലല്ലോ. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസ് വർഷങ്ങൾ കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ആവുമ്പോൾ നമ്മൾ ഈ സാലറി വാങ്ങും. എന്തായാലും 20,000-30,000 സാലറി വാങ്ങി ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് സ്റ്റാർട്ടിങ്ങിലെ നമുക്ക് കിട്ടും. 2-3 ഇയറിൽ ലാക്സ് സാലറി ആവും. പിന്നെ വരുന്നത് 20 LPA. 20 പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് എത്തി. ഇത് വരുന്നത് 15, ഏകദേശം 1.5 ലക്ഷം പോലെ സാലറി. ഇത് വരുന്നത് ഒരു 27 ലക്ഷം പോലെ വരും. 27 ലക്ഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആയി. ഇത് വരുന്നത് 40 ലക്ഷം. പൈത്തൺ ബാക്ക് ആൻഡ് ഡെവലപ്പർ 40 ലക്ഷം റുപ്യ സാലറി. ഒരു 4 to 6 വർഷം പറഞ്ഞില്ലേ, ഇതൊക്കെ ഡിപ്പെൻഡ് സ്കില്ലാണ്. വെറും 4 വർഷമുള്ള സാലറി ഉള്ള സ്കില്ലുള്ള ഒരാൾക്ക്, 4 വർഷം അടിപൊളി സ്കില്ലുള്ള ഒരാൾക്ക് 40 LPA സിമ്പിളായി വാങ്ങാം. അപ്ഡേറ്റ് ആയില്ല. ഓക്കെ, ഇത് 2 മില്യൺ 20 ലക്ഷം.
അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചെന്ന ഡാറ്റ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പൈത്തണിൽ ഇതൊരു എക്സാമ്പിൾ ആണ്. ഏത് ബാക്ക്ഗ്രൗണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് പോയാലും, ഒരു ഡാറ്റാ സയൻസ് പോയാലും, ഡാറ്റ അനലിറ്റിക്സ് പോയാലൊക്കെ ഈ സാലറി നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. സ്കില്ലാണ് മാറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഇത്രയും വർഷം ഇത്രയും ദിവസം എന്ത് ചെയ്തുള്ള മാറ്റർ അല്ല. അതിനെപ്പറ്റി ആലോചിക്കില്ലേ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അടുത്തൊരു കുറച്ച് ടൈം എടുക്കുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലിൽ എത്താൻ പറ്റില്ല. ഒരു വർഷങ്ങൾ അടിപൊളിയായി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്കില്ലിൽ നല്ലൊരു സാലറി പാക്കേജിൽ കയറി പോകാൻ കഴിയും. ഇത്രയും സിമ്പിൾ ആണ്. കാരണം ഇത്രയും ഡാറ്റ ഞാൻ കാണിച്ചു തന്നത് വളരെ കുറച്ച്. ഇനി ബാക്കിയുള്ള ഒരുപാട് ജോബ് ബോർഡ്സിൽ കയറിയാണ്ട് സ്പെസിഫിക് ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മൾ പല കീവേഡിലും ഡാറ്റ വരാൻ കഴിയും. പക്ഷെ ജോബ് ബോർഡിൽ പോയാൽ കറക്റ്റ് ഡാറ്റ കിട്ടും. പിന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, പൈത്തൺ ജാങ്കോ ഡെവലപ്പ് സീനിയർ ആയാലും 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ബാംഗ്ലൂർ എത്ര സാലറി ഉണ്ട്, അല്ലെങ്കിൽ ചെന്നൈയിൽ. നമ്മൾ IT ഹബിൽ പോയി വർക്ക് ചെയ്യാൻ നോക്കണം മാക്സിമം. ഇത് പഠിച്ചിട്ട് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടരുത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ IT ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള, അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ബെസ്റ്റ് IT സാലറി കിട്ടുന്ന സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണൊക്കെ. നമുക്ക് ജമ്മു നോക്കാം. നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബാംഗ്ലൂരാണ് ഹയസ്റ്റ് ആവറേജ് സാലറി കൊടുക്കുന്നത്. 4 to 8 എന്നൊക്കെ പറഞ്ഞത് കോമൺ ആയിട്ട് എൻട്രി ലെവലിൽ തന്നെ കൊടുക്കുന്നത്. 4 to 8 എന്ന് പറഞ്ഞത് ഏകദേശം നിങ്ങൾക്ക് ഒരു 40 to 60 70,000 സാലറി. ഏതിന് എൻട്രി ലെവൽ പൊസിഷൻ എന്നാ പറയുക. കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാങ്ങാൻ കഴിയും. അപ്പൊ അതുപോലുള്ള ടോപ്പ് ഹയസ്റ്റ് സോഫ്റ്റ്വെയർ കരിയർ, അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതേ കാര്യങ്ങൾ എന്ത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഓരോന്ന് സെർച്ച് ചെയ്യുക, ബെസ്റ്റ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ടോപ്പ് 10 സിറ്റി ടു ലീവ് വർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ബാംഗ്ലൂര്, രണ്ടാമത്തെ മുംബൈ, ഹൈദരാബാദ്, പൂനെ, ഗുരുഗ്രാം ഇപ്പൊ നല്ലൊരു ഓപ്ഷൻ ആണ്. പക്ഷെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. സ്കിൽസ് ഉണ്ടായ ലൈഫ് രക്ഷപ്പെടും. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ഞാൻ എന്താ പറയാ, എന്നെ കൊണ്ട് കഴിയുന്നവരെ ഞാൻ ഗൈഡ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ അതിൽ പാഷനേറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പൊ എന്റെ ചാനൽ കയറിയാൽ മനസ്സിലാവും. അതിൽ ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഞാൻ എന്തോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് എല്ലാ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ട്യൂട്ടോറിയൽസ് വേറെ സൈഡിലൂടെ പോകുന്നുണ്ട്, മോട്ടിവേഷൻ വേറെ സൈഡിലൂടെ പോകുന്നുണ്ട്. രണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്യൂട്ടോറിയൽ, ഞാനിപ്പോൾ ഒരു പൈത്തന്റെ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ ഇൻട്രസ്റ്റഡ് ആയി വരുന്ന ആളുകൾ മാത്രമേ ഇത് കാണുള്ളൂ. പക്ഷെ ഒരുപാട് ആളുകളുണ്ട് എന്താ പറയാ, എന്ത് ജോബ് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ നിൽക്കണം. അവരെ അടുത്തേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു 10 ആൾ കണ്ടാലും ഒരാൾക്കെങ്കിലും ലൈഫ് രക്ഷപ്പെടാനുള്ള ഒരു തോട്ട് വന്ന് അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അത് മേ ബി ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ എത്രയും മാക്സിമം ആളുകൾ മുന്നിലെത്തിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. കാരണം അറിവില്ലായ്മ കാരണം, നമുക്കൊക്കെ പണ്ടുണ്ടായ പ്രശ്നം, അറിവില്ലായ്മ കാരണം ഇനി ഒരാൾക്ക് ജോബ് കിട്ടാതാക്കരുത്. അതൊരു തീരുമാനമാണ്. അതിന്റെ എൻഡ് വരെ നമ്മൾ പോകും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.